പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങളിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും ഉൾച്ചേരാനായിട്ട് പോവുകയാണ്. യേശു നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ നോയമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഒരുക്കുകയായിരുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. മാനവരാശിയുടെ രക്ഷകനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പിറന്നു. യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. യേശു ക്രിസ്തു മാനവരാശിയുടെ സമഗ്ര വിമോചകനും സമ്പൂർണ്ണ രക്ഷകനുമാണ്. യേശുവിലൂടെയാണ് പാപമോചനം, യേശുവിലൂടെയാണ് സൗഖ്യം, യേശുവിലൂടെയാണ് വിടുതൽ. എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉറവിടം ദൈവത്തിൻ്റെ പുത്രനായ ദൈവം തന്നെയായ കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിനെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. രക്ഷകനായി, നാഥനായി, കർത്താവായി അവിടുത്തെ നമുക്ക് ആരാധിക്കാം. 1 പത്രോസ് 3:15 പറയുന്നു, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ ആരാധിക്കാം. അവന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. വലിയ ഒരു സ്നേഹത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ നിറവിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നു വരാം. എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം. മാനവരാശിക്ക് വേണ്ടി പിറന്ന രക്ഷകനായ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മിലൂടെ അനേകർ അനുഭവിക്കട്ടെ. നമുക്ക് ഈ സ്നേഹനിധിയായ യേശുവിനെ, ഈ കാരുണ്യവാനായ യേശുവിനെ, ഈ രക്ഷകനെ അനേകർക്ക് വേണ്ടി പങ്കുവയ്ക്കാം. നിങ്ങളെല്ലാവരെയും യേശു സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുമസിന്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.